നല്ല വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് നല്ല സ്ക്വയറൊക്കെ ഇട്ടിട്ട് ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ആരാന്നറിയില്ല, എന്തായാലും വായിക്കലേ. ഒരു വർഷത്തോളമായിട്ട് ത്രിമധുരം ദിവസവും കാണുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ശീലാദേവി. ആഹാ, നല്ല പേര്. എറണാകുളം ജില്ലയിലെ ചെറായി സ്വദേശിനിയാണ്. എൻ്റെ മകള് PG കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. മോളൊരു കൃഷ്ണഭക്തിയാണ് കേട്ടോ. അവളുടെ 3rd സെമിസ്റ്റർ എക്സാമിൻ്റെ ലാസ്റ്റ് സബ്ജക്റ്റ് ഭയങ്കര വിഷമമായിരുന്നു എന്ന് അവൾ എന്നോട് വന്ന് പറഞ്ഞു. എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക പതിവ്. എക്സാം കഴിഞ്ഞ് വളരെ വിഷമത്തോടെയാണ് വീട്ടിൽ വന്നത്. ഞാൻ മോളോട് പറഞ്ഞു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കാൻ. മോള് പാസ്സായാൽ ത്രിമധുരത്തിൽ എഴുതിയിടാമെന്ന് ഞാനും ഭഗവാനോട് പറഞ്ഞു. മോള് ഗുരുവായൂരിൽ വന്ന് ഒറ്റയടി പ്രദക്ഷിണവും നേർന്നു. മോളുടെ റിസൾട്ട് വന്നു. അവളെല്ലാ വിഷയത്തിനും പാസ്സായിട്ടോ. മോളുടെ ക്ലാസ്സിൽ 6 കുട്ടികളാണുള്ളത്. അതിലും മോള് മാത്രമേ എല്ലാ വിഷയത്തിനും പാസ്സായുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ മറ്റെന്താണ്. സാർ ഇത് വായിക്കണേ. ഓർമ്മിപ്പിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആണോ എഴുതേണ്ടതെന്നും അറിയില്ല കേട്ടോ. കുറച്ച് നാളായിട്ട് എഴുതിയിട്ട് എത്രയും വേഗം ഗുരുവായൂരിൽ എത്തിക്കണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥന. എനിക്ക് കാലുവേദനയാണ്. നീണ്ടുപോയോ മോനെ, ക്ഷമിക്കണേ. ഗോവിന്ദു മോന് ഈ അമ്മയുടെ ചക്കര നിർത്തട്ടെ. അപ്പോൾ ആ ഉമ്മ ഞാൻ ഗോവിന്ദന് വേഗം കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല അനുഭവമായിരുന്നു അല്ലേ. ഇങ്ങനെ തന്നെയാണ് എഴുതി അയക്കേണ്ടത്. ഓർമ്മിപ്പിക്കാൻ പറയുന്നത് ചിലർക്കൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. 10 ദിവസമായല്ലോ. നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കയ്യിലോട്ട് വരുന്നതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ അമ്മയുടെ മൂക്കും സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. മോള് കണ്ണന് കണ്ടു വേഗം വന്നിട്ട് അടിപ്രദക്ഷിണമൊക്കെ നടത്തിക്കോളൂ കേട്ടോ. പറഞ്ഞല്ലേ, അപ്പം കാത്തിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഗ്രൂപ്പിലൊക്കെ. ഹരേ കൃഷ്ണ.